ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടന ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആരിൽ നിക്ഷിപ്തമാണ്? ഓപ്ഷൻ ഡി ആണ് പാർലമെന്റ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരവാദിത്തങ്ങൾ മൗലിക കടമകളാണ്. ഓപ്ഷൻ ബി. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം നടത്തിയത് ഓപ്ഷൻ സി ആണ് അയ്യാ വൈകുണ്ഠ സ്വാമികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് വേദാധികാര നിരൂപണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി ആണ് മഹാത്മാ അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ആണ് ആലുവ. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്. ബന്ധു ക്ലിനിക്ക് എന്ന പദ്ധതി എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. ഓപ്ഷൻ ബി. സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇതൊരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. ഏത് പത്രമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് മാതൃഭൂമി. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ് 26 ജനുവരി 1950. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് സർദാർ പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി BR അംബേദ്കർ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ന്യൂഡൽഹി.